ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഒരു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതന്നെ ഇപ്പോൾ എന്താ പിടിച്ചോളൂ. ഇപ്പം ഒരുപാട് കാലമായി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പം റീസൺ ഒന്നുമില്ല, മടിയല്ല, കണ്ടന്റ് ഇല്ല. പിന്നെ അതന്നെ കണ്ടന്റുകളൊന്നുമില്ല. പിന്നെ വെറുതെ വീഡിയോ ഇട്ടിട്ട് 3000-4000 വ്യൂ, അതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് നല്ല കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. യെസ്, ഐ എം ടോട്ടലി ബിസി വിത്ത് മൈ വർക്ക്. അപ്പം പിന്നെ നമ്മൾ ട്രാവൽസിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് കുറച്ച്, പിന്നെ നമുക്കൊരു ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പം ഹോം സ്റ്റേ പോലത്തെ ഒരു റിസോർട്ട് അത് വീണ്ടും ഞാൻ തിരിച്ചെടുക്കുകയാണ്. അപ്പം വീണ്ടും അതിൻ്റെ വർക്ക് നോക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇന്നത്തെ പ്രധാന വിഷയം ഇതൊന്നുമല്ല. പ്രധാന വിഷയം, നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് വൈകിട്ട് ദുബായിലോട്ട് പോവുകയാണ്. ആരാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കണ്ടാൽ അല്ലേ? ആരാണെന്നുള്ളത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടാൽ ആ ആള് ഞാനാവാം, ഉമ്മയാവാം, ശിങ്കു ആവാം, ആയിഷയാവാം, അക്കു ആവാം, ഇപ്പച്ചിയാവാം. ഇത്രയും പേരിൽ ഒരാൾ ഇന്ന് രാത്രി എങ്ങോട്ടേക്ക് പോകും? പിന്നെ കോഴിക്കോട് നിന്ന് ദുബായിലോട്ട് പോകും. അതിവിടെ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാം, അത് കയറി പറന്ന് പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറന്ന് പോയി. യെസ്, ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ് ഗൈസ്. സോ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഒരു 4 ദിവസം മുന്നെയാണ് വിസയും ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തത്. അപ്പം ഒരു സർപ്രൈസ് ആയിരിക്കും ആ ആള് ഇവിടുന്ന് പോകുമ്പോൾ, അല്ലേ? വീട്ടിൽ നിന്ന് ആരും പോയാലും വിഷമം തന്നെ. അപ്പൊ ഉമ്മ ഇല്ലാന്ന് മനസ്സിലായില്ലേ? പറയല്ലേ? സോ ഗൈസ്, നമ്മൾ ആ പുള്ളി പോകുമ്പം ഷിങ്കുവിൻ്റെ ഫാമിലിയൊക്കെ എവിടെയാണ്? ദുബായിലാണ്. അപ്പം അവർക്കുള്ള ബീഫ് ഇതെന്താക്കിയതാ? ബീഫ് പിന്നെ ഇത് എന്താ പറയുക, ഉള്ളിയൊന്നും ഇടാതെ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളകും പൊടി ഇച്ചി കുരുമുളക് ഇട്ടിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചതാ. ഇനി ഇവർക്ക് തിന്നാൻ നേരത്ത് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കാം. ഇത് എത്ര ദിവസം നാശാതെക്കും? അത് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഇതാക്കിയിട്ട് ഐസ് ഫ്രീസറിൽ കയറ്റി വെക്കണം. വൈകുന്നേരം പെട്ടി കെട്ടുമ്പോൾ എടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ തുറമാങ്ങ അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ. തുറമാങ്ങ ഉണ്ടാക്കി. ഞാൻ ഇപ്പം ഉണ്ടാക്കി രാവിലെ. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എണീച്ച് വന്നില്ലല്ലോ. പിന്നെ കുറച്ച് ബേക്കറി വാങ്ങുന്നില്ലേ, അത്ര കൊണ്ടുപോകുന്നുള്ളൂ സാധനങ്ങൾ. അതായത് ഈ വ്യക്തിക്ക് 30 കിലോ മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് 15 കിലോൻ്റെ ഒരു പെട്ടി, 15 കിലോൻ്റെ ഒരു പെട്ടി, പിന്നെ 7 കിലോൻ്റെ ഒരു കൈ പിടിക്കണം. പിന്നെ നമ്മളെല്ലാവരും കുടുംബക്കാരും ദുബായിലായതുകൊണ്ട് എല്ലാവരും നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഒരു പെട്ടി 15 കിലോ പിന്നെ ഇതായിരിക്കും, ഏത് ഡ്രസ്സും കാര്യങ്ങളായിരിക്കും. ബാക്കി 15 കിലോ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ആണെന്ന് വിചാരിക്കുന്നു. അതാ അപ്പോൾ ഉമ്മ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പാക്ക് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കും. ഇന്നിവിടെ ചായ കുടിക്കാൻ നെയ്പത്തിരിയും ഷിങ്കു വെച്ച ബീഫ് കുർമ. അതായത് ഇന്നലെ ഒരു 4 കിലോ ബീഫ് വാങ്ങി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഉച്ചക്ക് ഇവിടെ ബീഫ്, രാത്രി ഇവിടെ ബീഫ്. അപ്പോൾ ഈ കൊണ്ടുപോകാനുള്ളവർക്ക് വാങ്ങി കൊടുത്തത് ഇവിടെ 4 കിലോ ബീഫ് വാങ്ങി. 1/2 കിലോ നമ്മളോട് എടുത്ത് വെച്ചിട്ടുള്ളൂ അല്ലേ? ബാക്കി കൊള്ളു. അസിമാന്റെ കവറാട്ടോ അസിമ. ഇത് ശിങ്കു എടുത്ത് കട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക്. മതി ഓവർ ഫില്ലാവരുത്. പാക്കറ്റ് കൂട്ടാ. ഓവർ ഫില്ലായാല് എനിക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു പോയി. നിങ്ങളല്ല, ഗേൾസിന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. ഏറെ കളയട്ടെ. ഉമ്മ സ്റ്റാപ്ലർ ഇതാക്കിയാൽ ഓയിൽ പുറത്തേക്ക് വരില്ല. അതൊക്കെ
ഒക്കെ ഞങ്ങൾ കുറേ ഞാൻ ഇഷ്ടം പോലെ സാധനം കൊടുത്തയച്ചത് ഉപ്പച്ചിക്ക് അച്ചാറ് വരെ കവറിലാക്കി കൊടുക്കും. അപ്പം ദുബായിക്ക് പാക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു രസമാണ്. ദുബായിക്കല്ല, ഗൾഫ് കൺട്രിക്കോ എങ്ങോട്ടാണെങ്കിലും ഇതിങ്ങനെ പാക്ക് ചെയ്യും. നമ്മൾ പാക്ക് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. എന്നിട്ട് അടുത്ത പാക്കർ എടുക്കും. ക്യാമറ ഷിങ്കു എങ്ങനെ അറിയാം ചെയ്യാം? ക്യാമറ ഇവിടെ വെക്കും, എന്നിട്ട് നമ്മളോട് നിന്നറിയാം. അപ്പം ക്യാമറ താഴോട്ടായിരിക്കും. അപ്പൊ എന്നിട്ട് അന്ന് റഷ്യക്ക് പെട്ടി കെട്ടുമ്പോ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് വെച്ച് പോയിരുന്നു. കേട്ടോ, ഇതൊന്ന് തിരിച്ചിങ്ങനെ പാക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇപ്പോൾ കുറേ പേര് വരും ഇതിനൊരു നല്ല പാക്കിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരീ കേട്ടോ. ഇങ്ങനെയല്ല ഒരാള് മെഴുകുതിരി എടുത്തിട്ട് ഇങ്ങനെ ഒരു പാക്കിംഗ് കൂടി ഒന്നുകൂടി രണ്ടെണ്ണം മൂന്നെണ്ണം ആയിക്കോട്ടെ. ഈ കവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എന്താണ് ഒരു സേഫ്റ്റിക്ക് 1 or 2 കൂടുതൽ. കാരണം ഇവിടുന്ന് ദുബായ് എത്താറുള്ളത്. ഇത് കഴിഞ്ഞു, മൂന്നാമത്തെ പാക്കിംഗ് കൂടി സേഫ്റ്റി. ഇപ്പം പക്ക പിന്നില്ലേ അടുത്ത ഇങ്ങനെ അടുത്ത തുറമാങ്ങ പാക്കി ഓരോന്നോരോന്ന് കാണിക്കാം. പാക്ക് ചെയ്യുമ്പോൾ വൃത്തിയിൽ പാക്ക് ചെയ്യണം. നാത്തൂന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബാഗ് അങ്ങോട്ടും ഒരു ബാഗ് ഒരു ബാഗ് നസീമിനും ഒരു ബാഗ് നസീമുക്കാർക്കും. നസീം ആരാന്ന് മനസ്സിലായോ? തൊട്ട അപ്പുറത്തെ വീട്ടിലെ മകൻ, അതായത് അനിയൻ. ഞാൻ എന്തൊക്കെ ഇവിടുന്ന് ഉപ്പച്ചിക്ക് എത്ര പേക്ക് ഇത് കൊടുത്തേക്കലുണ്ടെന്നാ. ഇത് എയർ കൂടാതെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചടങ്ങ്. സ്കൂട്ടി എപ്പോഴാണ് ഞാൻ കൊണ്ടുവരിക? സ്കൂട്ടിയൊക്കെ ഒന്ന് പോയിട്ട് എടുക്കണം. ഈ മരുന്ന് വാങ്ങി വരുമ്പല്ലേ കുറച്ച് ചിപ്സും കുറച്ച് മിച്ചറും വാങ്ങി മറന്നുണ്ട്. ആർക്കാ? രണ്ടാക്കും ചിപ്സ് മിച്ചറൊക്കെ വേണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദുബായിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുന്ന സാധനം. ദുബായിൽ കിട്ടാത്ത എന്താ സാധനമുള്ള? അങ്ങനത്തെയാണ് കൊണ്ടു കൊടുക്കേണ്ടത്. ദുബായിൽ കിട്ടാത്ത എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇവിടെ കിട്ടാത്ത എന്താ ഉള്ളത്? ഒന്നുമില്ല. എൻ്റെ ദുബായിൽ അതൊരു സന്തോഷല്ലേ. ചിപ്സ് വാങ്ങണ്ട്. ഇവിടെ ചിപ്സ് സ്പ്രേ ഒന്നും കിട്ടാനിട്ടാണ് ദുബായിന്ന് സ്പ്രേ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും. അതല്ല ഉദ്ദേശിച്ചത്. അതിന് പകരം ഇതുപോലെ തുറമാങ്ങ വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനം. ഇത് 2 പാക്കറ്റ് മതിയോ? പാക്കിങ് മതിയോ? അത് 2 മതി. ഇനി ബാക്കി ഞാൻ വായിക്കോളാം. ഓക്കെ, അപ്പോൾ ബാക്കി കൂടി ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ ടൗണിൽ പോവാണ്. ടൗണിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മരുന്നുകൾ വാങ്ങാനുണ്ട്. കഷായം. കുഞ്ഞാതാപ്പൊക്കെ തന്നെ കഷായാണോ? അതിനെന്തോ അതേപോലെ പനീൻ്റെ ഗുളിയാവും വാങ്ങിക്കും. ആർക്കാ? അപ്പം ഞാൻ പോയിട്ട് ആക്കി മേടിച്ചിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ടൗണിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴത്തേനും ഇതാ പിന്നെ എന്താണിത്, തുറമാങ്ങ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് എവിടെ? ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ ഞാൻ വെട്ടാതെ കൊണ്ടുവന്നാണ്, ഉപ്പച്ചി വെട്ടിക്കൊണ്ടെന്ന്. അപ്പോൾ വെട്ടിയാലേ നാശമാവും പെട്ടെന്ന്. അപ്പം അത് കൊടുത്തു വിടാം എന്നാണ് നല്ലത്. സോ ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇത് വറുത്തായി ചിപ്സ്. ഇത് 2 ചിപ്സ്. ഈ വലുത് ഇത് മൂപ്പര് സ്നേഹത്തിൻ്റെ പേരിൽ തന്ന. ഇത് ഇവിടത്തേക്ക് തന്നെ ശിങ്കൂരി തന്ന. പിന്നെ മൂപ്പര് നമ്മളെ വീഡിയോ കാണുന്ന ആളാ. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ
ശിങ്കു ഇവിടെ ഉള്ളി മുറിക്കായിരുന്നു. പിന്നെന്താ ആരാണ് പോകുന്നതെന്നുള്ള അറിയില്ലല്ലോ ആർക്കും. നമ്മൾ പറഞ്ഞിട്ടില്ല ആരാ പോണേന്ന്. ഭാവി വന്നിട്ടുണ്ട്. ഭാവിയാണ് ഇപ്പോൾ ഭാവിയാണ് പോണേന്നൊക്കെയാണ് ഭാവി പറയണത്. സോ എല്ലാം സെറ്റാണ്. ചിക്കൻ മുളക് നെയ്ച്ചോറുണ്ട്. നമ്മളൊരു 3:30-4 മണിയാവും. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള വേറെ സാധനം കാണിച്ചു തരാം. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പാക്ക് ചെയ്താൽ മതിയോ? ആ അല്ല, ഇത് 2 പേർക്ക് കൊടുക്കാനുണ്ട് ഫുഡ് ഐറ്റംസ്. ഇതാ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഡ്രസ്സുകൾ, എൻ്റെ ഡ്രസ്സുകൾ. ഇത് കണ്ടിട്ട് ആരാ പോണേന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചു. സോ ഗൈസ്, ഞാനൊരു വീണ്ടും എൻ്റെ യാത്രകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് അതിനെന്താ ഇഷ്ടം കൊണ്ടാണ് മിക്സ് ചെയ്യാനോ? മിക്സ് വരും ഇതിങ്ങ തന്നെ. ഷീട്ടാണ് കാണുന്നില്ല. ചീട്ട് നിർബന്ധമുണ്ടോ? എന്നോട് ഇതുവരൊന്നും ചീട്ടുന്നായിരുന്നു ചോദിക്കുകയാണെങ്കിൽ. ഒഴിവാക്കൊന്നുമില്ല, പൊട്ടിച്ച് കുടിച്ചോട്ടെ. അപ്പം ഇത്ര വലിയ പെട്ടി കൊണ്ടാൻ പറ്റൂല. അപ്പോൾ 15-ന്റെ 2 കിലോ ഇത് 15-ന്റെ ഒരു പെട്ടിയും. അത് 15 കൊള്ളിക്കും. ഒന്നിൽ ഡ്രസ്സ്. അതിന് 30 കിലോ കറക്റ്റ് വേണമെന്നൊന്നുമില്ല. മറ്റേതിൽ ഫുള്ള് ഫുഡിൻ്റെ ഐറ്റംസും, ഒന്നിൽ എൻ്റെ ഡ്രസ്സുകളും. ഡ്രസ്സ് കുറവാ. അപ്പം ഇതൊക്കെയാണ്. ഞാൻ പോണ കാര്യം പറയണ്ടായിരുന്നു. ഓക്കെ, സോ ജോലിക്ക്. സോ എല്ലാവരും ചോദിച്ചു യൂട്യൂബും കൊണ്ട് ഒന്നും നടക്കുന്നില്ല. സോ ഞാൻ ജോലിക്ക് പോവാണ് ഗൈസ്. എന്തായിട്ടാ എന്ത് ജോലി എന്താണെന്നോ അതവിടെ എത്തിയിട്ട് അതിപ്പോൾ വ്ളോഗ് കാണിക്കണ്ടേ? അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് ദിവസത്തിനാണ് വീണ്ടും വരും. എൻ്റെ ജോലി ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയില്ല. ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് പോവാണ്. ഓക്കെ, സോ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി ബാക്കി എന്താ പാക്കിംഗ് ഉള്ളത്? ഇപ്പം സമയം 12 മണിയായി. രാത്രി അത് ശരിക്കും നാളെയാണ് ഫ്ലൈറ്റ്. 12:40 ഫ്ലൈറ്റ്. ഇവിടുന്ന് ഒരു 4:30 പോയാൽ 5:30, 6 ആകുമ്പത്തിന് അവിടെ എത്തും. 2 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ ചുരത്തിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. എയർപോർട്ടിൽ കുറച്ച് നേരം നിന്നാലും കുഴപ്പമില്ലല്ലോ. പെണ്ണുങ്ങളെ മുടിയും ആണോ? എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ പറയുന്നുണ്ട്. വാ ഇവന്റെ വെയിറ്റ് നോക്കിയാലോ? വാ ഇവിടെ നിൽക്കേ. ഇതൊക്കെ പറഞ്ഞ കയറൂല. എത്രയുണ്ട്? 11 കിലോ. 11 കിലോ. $63 കിലോ. ദീദിയും ഞാൻ ഒരേ വെയിറ്റാ, 72.7. $59. അപ്പൊ ഇനി നമുക്ക് ഇതിൽ പാക്ക് ചെയ്താലോ? എന്നാല് ഓരോന്ന് എന്താ ശരിയാ. വേറെ ആൾക്കാർ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, എല്ലാം പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ പാക്കിംഗ് ആണ് ഇവിടെ. ലൂയി കിടന്ന് വരുകുന്നുണ്ട് അല്ലേ? ലൂയി കുറുമ്പാണ്. പടിയിട്ടെ. പാക്ക് ചെയ്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പെട്ടി കെട്ടിക്കൊണ്ടിരിക്കാം. ലൂയിനെയും കൂടി പാക്ക് ചെയ്താലാ? ലൂനെ പാക്ക് ചെയ്യട്ടെ ഞാൻ. സ്ഥലമുണ്ടില്ലേ? വാ കയറിക്കാം. ലൂയി ഷൂ
ഓ വെച്ചോട്ടെ ആ കൈനി അങ്ങനെ ഗുഡ് ബോയ് ഞാന് അപ്പൊ തലങ്ങാണിയൊക്കെ എടുത്ത് വെക്കോ ഇനി അയ്യോ എല്ലാം കൊടക്കോ ഞാനാ പാക്ക് ചെയ്യാൻ ഞാനാ ഒക്കെ പറക്കി കൊണ്ടുപോകുന്നു അക്കുനോട് വെച്ചല്ലേ ലൂയി ഇങ്ങടെ സ്പ്രേ അടിച്ചു ആ ഞാൻ ഒരെണ്ണം കൊണ്ടില്ലേ അത് വെച്ചില്ല ഇത്രയും വെച്ചിട്ടുണ്ടല്ലോ ആ ലഗേജ് 8 കിലോ ആയിട്ടുള്ളൂ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പെട്ടി ഇത് നമ്മളെ പെട്ടി പോവുകയാണ് ദുബായിക്ക് അതറിയാം വെയിറ്റ് ഉണ്ടാവുമല്ലോ ഇത് കുഞ്ഞാടെ വെട്ടി ഇതെന്റെ വെട്ടി ഹലോ 30,000 രൂപ കൊടുത്താ 30 കിലോ തന്നെ കൊണ്ടോണം ആ അല്ല പിന്നെ ഞാൻ ഇപ്പൊ പൈസ ഉണ്ട് ഞാൻ കിഴങ്ങ് ലൂയിന് ഇരുത്തിയല്ല എന്റെ വെയിറ്റിന് ഇത്തിഹാദ് എടുക്കണം ഭാവി ഞാൻ 72 ഉണ്ട് എറിഞ്ഞ പോരാ നാളെ കാണാം ഗുഡ് ബൈ. ഇനി എല്ലാരും കുളിച്ച് മാറ്റിക്കോ. സമയം നോക്കി 3:30 സമയം 4:30 ഇറങ്ങണം. ഓക്കെ പോണ വഴി കാഴ്ചകളൊക്കെ കാണിച്ചാലോ. ആ ഉപ്പച്ചിനെ നോക്ക്, ഉപ്പച്ചി നോക്കിക്കോട്ടോ. ഉപ്പച്ചി പാന്റ് എടുത്തിട്ടില്ല, 1 മിനിറ്റ്. ഉപ്പച്ചിയാണ് ഇപ്പൊ താരമായി വരുന്നത്. ഉപ്പച്ചി ശരിക്കും നോക്ക് ഗായ്സ്, നിങ്ങൾക്ക് ഈ ഷർട്ട് കണ്ട് പരിചയം ഉണ്ടെങ്കിൽ പറയുക, കമന്റ്. എല്ലാ കുഞ്ഞാവിടെ നോക്ക് എന്ത് ഭംഗിയാ കാണേ. ഉപ്പച്ചിന്റെ പ്രായം കുറഞ്ഞില്ല ഇപ്പൊ. നോക്ക് ഇതിന്റെ പാന്റ് എടുത്തിട്ട് കേട്ടോ. ഉപ്പച്ചി ഇപ്പൊ പറയാ മുടി കറുപ്പിച്ചാ മതിയായിരുന്നു. അങ്ങനത്തെ അല്ല, മറ്റേ കളറില്ലേ, കറുത്ത കളറ്, അതടിച്ചാ മതിയായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഉപ്പച്ചി. ഇത് കറക്റ്റാ. എന്തായാലും ഞാൻ ഉപ്പച്ചി ആ പാന്റ് എടുത്തിട്ട് വരും, അത് കിട്ടുമോ? ഈ പാന്റ് എവിടെയാണ് നിങ്ങളെ? എവിടെ നോക്കട്ടെ. ഉപ്പച്ചിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണണോ? വെയിറ്റ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല. 17 ഓക്കെ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തോളൂ. എല്ലാവരോടും ബൈ പറയാ. എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. യാത്രക്ക് വേണ്ടി എല്ലാവരും